ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ മാർച്ച് 9. നിങ്ങൾക്കറിയാം, നാളെ ഇലക്ഷനാണ്. ഇലക്ഷനിൽ ഞാനും നിങ്ങളുമടക്കം നമ്മൾക്ക് നല്ലൊരു ഭരണാധികാരിയെ കിട്ടട്ടെ. അതിനു വേണ്ടിയാവട്ടെ നമ്മളുടെ ഓരോ വോട്ടും. നമ്മൾക്കൊരു രാജാവിനെയാണോ ആവശ്യം? നമ്മളെ കേൾക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നടത്തിത്തരുന്ന ഒരു ഭരണാധികാരിനെയാണോ നമുക്ക് ആവശ്യമെന്ന് ഞാനടക്കം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം നമ്മൾ ഈ ഒരു 10 വർഷക്കാലം സാധാരണയായൊരു വീട്ടമ്മയാണ് ഞാൻ അനുഭവിച്ചതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും അനുഭവിച്ചത്. അതായത് ഒരു 10 വർഷക്കാലം എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. ഒരു അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ഒരു തുച്ഛ വരുമാനക്കാർക്ക് നമ്മുടെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലാണ് നമ്മുടെ ഈ നാട്ടിലെ ഓരോ സാധനങ്ങളുടെയും വില. നമുക്കറിയാം. ഇതിനൊക്കെ നമ്മളാണോ ഉത്തരവാദി? അല്ല, ഈ നാട്ടിലെ ഭരണാധികാരികൾ തന്നെയാണ് ഇത്രയും എല്ലാ സാധനങ്ങൾക്കും വില കൂടാനും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത്രയും ഒരു എന്താ പറയുക, നല്ല സുന്ദരമായ നാടാക്കി മാറ്റാനും ഏറ്റവും കൂടുതൽ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. അപ്പം ഞാനടക്കം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, കടക്ക് പുറത്തെന്ന് പറയുന്ന ഒരു ഭരണാധികാരിനെയാണോ, അല്ലെങ്കിൽ ചില നിറങ്ങളോട്, ചില ആളുകളോട്, ചില വർണ്ണങ്ങളോടൊക്കെ എന്താ പറയുക, ഇഷ്ടമേ അല്ലാത്ത, അതായത് ബ്ലാക്കെന്ന് കേൾക്കാൻ പറ്റാത്ത, അല്ലെ ബ്ലാക്കെന്ന് പറയാൻ പറ്റാത്ത ഒരു ഭരണാധികാരിനെയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നാളെ നമ്മുടെ ദിവസമാണ്. ഒരു 5 മിനിറ്റ് പോലും നമ്മളെ കേൾക്കാത്ത, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഞാനായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല, നമ്മൾക്ക് അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ ഒരു മുഖ്യമന്ത്രി, അതായത് നമ്മളുടെ ക്ഷേമങ്ങളെല്ലാം അന്വേഷിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി ഈ നാട്ടിലൂടെ പോകുന്നത് എങ്ങനെയാണെന്ന്, അല്ലേ? മുഖ്യമന്ത്രി പോകാനായിട്ട് നാളെ ഇതിലൊന്ന് പോയേക്കാമെന്ന് ആലോചിക്കുന്നേ ഉണ്ടാവുള്ളൂ. അന്ന് മുതലേ നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. മഴയായാലും വെയിലായാലും നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. ജോലിക്ക് പോകേണ്ടവരുണ്ടാവാം, ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ടാവാം, അവരൊക്കെ വഴിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ രാജാവിന് കടന്നു പോകാൻ വേണ്ടി. ഇനി അന്നെങ്ങാനും കഷ്ടകാലത്തിനൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാൽ അന്ന് നമ്മുടെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? വല്ല സ്റ്റേഷനിലും ആയിരിക്കും. അവിടെ നമ്മളന്ന് കാവലിരിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഭരണാധികാരിനെയാണോ നമുക്ക് വേണ്ടത്? നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കേൾക്കുന്ന ഒരു ഭരണാധികാരിനെയാണ് നമുക്ക് വേണ്ടത്. ഏതായാലും ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരാൾ ഇനി ഒരു കാലത്തും വരാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കാരണം ഞാൻ ഈ ഉമ്മൻചാണ്ടി സാറ് ഒരു 10-12 വർഷം മുമ്പ്, എൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ്, ഞാൻ ആലുവയിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ പമ്പ് ജംഗ്ഷനിൽ. അപ്പോൾ അത് എന്താ പറയുക, ഒരു 3 കൂടിയ ഒരു ജംഗ്ഷനാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അംബാസഡറിലാണ് പഠിപ്പിക്കുന്നത്. ആ വണ്ടിക്കാണെങ്കിൽ മിറർ അന്നുണ്ടായില്ല. ഞാനതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കൂടിയൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇടത്തോട്ട് ഒതുക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ച് മുമ്പോട്ടങ്ങ് മാറിയിട്ട് കുറച്ച് വണ്ടി ഒതുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി എസ്കോർട്ട് വണ്ടിയാണ്. അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ എസ്കോർട്ട് വണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ സാറിനെ അന്ന് കാണുന്നത്. അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വണ്ടി അങ്ങോട്ട് ഒതുക്കി പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു. ആ സാറ് ഒരു എസ്കോർട്ട് വണ്ടി ഉണ്ടായുള്ളൂ. ആ വണ്ടി ഹോണടിച്ച് മാറുന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. തൊട്ട് പുറകിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാറ്. ഞാൻ നോക്കുമ്പോൾ സാറിങ്ങനെ സൈഡ് സീറ്റിലിരുന്നിട്ട് പരിസരമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു മന്ത്രിയെ നമുക്കൊരു കാലത്ത് ഇനി കിട്ടാൻ പോകുന്നില്ല.
പക്ഷെ നമ്മളുടെ രാജാവ് എഴുന്നള്ളുവാണെങ്കിലോ എത്ര എസ്കോർട്ട് വണ്ടി ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളൊക്കെ ദാരിദ്ര്യം പിടിച്ച് നടക്കുകയാണ്. ആ സമയത്ത് ആ മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര എസ്കോർട്ട് വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിക്ക് എന്തുമാത്രം പെട്രോൾ അടിക്കണം ഇല്ലേ? എത്ര ആളുകൾ ഇങ്ങനെ പുറകെ പോകണം ഒന്നാലോചിച്ച് നോക്കണം. അതിലെങ്ങാനും ഒരു കാക്ക പറന്ന് പോയാൽ, അതൊരു കറുത്ത കാക്കയാണെങ്കിൽ പറയേ വേണ്ട, തീർന്നു. അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ ദിവസമാണ്. നമ്മൾ ആലോചിക്കണം. നാളെ ഇപ്പോൾ ഒരു മാസത്തോളമായി ഇലക്ഷനായിട്ട് എല്ലാവരും ഇങ്ങനെ നമ്മുടെ വഴികളറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കുന്നുണ്ട് ഇല്ലേ? നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വഴികൾ അവരറിയില്ല, നമ്മളവരറിയില്ല, നമ്മുടെ പ്രശ്നങ്ങൾ അറിയില്ല. അപ്പം നമ്മൾ ആലോചിക്കുക, ഒരു 5 മിനിറ്റെങ്കിലും നമ്മളെ കേൾക്കുന്ന നല്ലൊരു ഭരണാധികാരികളാവട്ടെ നമ്മൾക്ക് വേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ശുഭദിനം.